சூரியநெல்லியில் சட்டவிரோதமாக செயல்பட்டு வந்த ரிசோர்ட்டை வருவாய்த்துறை அதிகாரிகள் பூட்டி சீல் வைத்தனர். உயர்நீதிமன்ற உத்தரவை நடைமுறைப்படுத்த உள்ளூர் அரசியல் தலைவர்கள் அனுமதிப்பதில்லை என்ற அமிக்ஸ் கியூரியின் ரிப்போர்ட்டை தொடர்ந்து தான் நடவடிக்கை எடுக்கப்பட்டுள்ளது. ஸ்டார்லைன் ரிசோர்ட் தான் அடைத்து பூட்டப்பட்டது. அமிக்கஸ் கியூரி ரிப்போர்ட்டின் தொடர்ந்து இடுக்கி சூரியநெல்லியில் சட்டவிரோதமாக செயல்பட்டு வந்த ரிசோர்ட் வருவாய்த்துறை அதிகாரிகள் பூட்டி சீல் வைத்தனர். ஸ்டார்லைன் ரிசோர்ட் தான் அடைத்து பூட்டப்பட்டது. உயர்நீதிமன்ற உத்தரவை நடைமுறைப்படுத்துவதற்கு உள்ளூர் அரசியல் தலைமை தடை நிற்பதாக அமிக்கஸ் கியூரி ரிப்போர்ட்டை தொடர்ந்து கடும் நடவடிக்கை எடுக்கப்பட்டுள்ளது. முன்பு 3 முறை வருவாய்த்துறையின் நடவடிக்கை சிபிஎம் தலைவர்கள் தடை செய்தனர். பிரச்சனையை தொடர்ந்து மூணார் டிவைஎஸ்பி சந்திரகுமார் நேரடியாக அதிகாரிகளுக்கு பாதுகாப்பு ஏற்படுத்தி நடவடிக்கைகள் நிறைவு செய்யப்பட்டது. மூணாரில் வருவாய்த்துறையின் என்ஓசி இல்லாமல் கட்டப்பட்ட கட்டிடங்கள் வியாபார தேவைகளுக்கு உபயோகிக்கக்கூடாது என்ற கேரள உயர்நீதிமன்றம் உத்தரவிட்டது. இந்த உத்தரவை மீறி சின்னக்கானல் சூரியநெல்லி பகுதியில் மூணார் ஸ்டார்லைன் ரிசோர்ட் செயல்பட்டு வந்ததாக புகாருடன் சூரியநெல்லியை சேர்ந்த மைக்கேல் உயர்நீதிமன்றத்தை அணுகியிருந்தார். வழக்கை பரிகணித்த நீதிமன்றம் கட்டிடம் வியாபார தேவைகளுக்கு உபயோகிக்கக்கூடாது என்று உறுதி செய்ய வருவாய்த்துறைக்கு உத்தரவு கொடுத்தது. சட்டவிரோத கட்டிடங்களின் பட்டியலில் உட்பட்டதும் திறந்து செயல்படுத்தக்கூடாது என்ற உயர்நீதிமன்றத்தை உத்தரவை நிலைநிற்கும் போதும் இரவு நேரங்களில் செயல்பட்டதாக கண்டுபிடித்ததை தொடர்ந்து நடவடிக்கை எடுத்ததாக ഉടുമ്പൻചോല എൽആർ തഹസിൽദാർ സിദ്ദീഖ് தெரிவித்துள்ளார். നേരത്തെ അനധികൃത ബിൽഡിംഗിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതി തന്നെ ഉത്തരവുണ്ടായിരുന്നു. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിന് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സീൽ ചെയ്തത്. അത് ഹൈക്കോടതി കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം, അതിനുവേണ്ടി ചെയ്തതാണ്. കെട്ടിടം അനധികൃതമാണ് നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ പിന്നെ നിർമ്മാണം നടത്തിവെന്നു. അതിനുശേഷം അതിൽ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞിരുന്നു. അത് പിന്നെ പ്രവർത്തിക്കുന്നതായിട്ട് അന്വേഷണത്തിൽ അറിഞ്ഞ് അതിൻ്റെ ബേസിലാണ് സീൽ ചെയ്തത്. என்ஓசியும் பட்டயமும் உள்ள கட்டிடம் என்ற போதும் நீதிமன்ற நடவடிக்கைகளுக்கு மட்டுமே வியாபார தேவைகளுக்கு உபயோகித்திருந்ததாக ரிசோர்ட் உரிமையாளர் மனோஜ் தெரிவித்தார். ഈ കൊളുക്കുമല സെൽവാസിന്റെ മോനും മൈക്കൽ രാജനും കുറച്ച് തെണ്ടി കിടപ്പുണ്ട്. അവനാണ് ഈ നാടെ ഉപദ്രവിക്കുന്നത്. കാരണം ഈ അവിടെ അത് ചെയ്യുക ഇത് ചെയ്യാൻ കള്ളപ്പറായി കൊടുക്കുക. ഇവിടെ ഗസ്റ്റ് കൊണ്ടുണ്ട്. എന്റെ മക്കളോടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് എന്റെ വണ്ടി നിൽപ്പുണ്ട്, എന്റെ ബൈക്കിൽ നിൽപ്പുണ്ട്, എന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടാലും നിൽക്കാൻ സമ്മതിക്കത്തില്ല. സ്വന്തക്കാർ നോക്കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വീഡിയോ എടുക്കുക, കള്ളപ്പറായി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസമായി ഈ റിസോർട്ട് അടച്ചിട്ട്. ഇത് നോക്കി ഹോം സ്റ്റേയാണ് അടച്ചിട്ടിരിക്കണേ. തഹസിൽദാർ അന്ന് ഒരു പരാതി കൊടുത്തു, കള്ളപ്പരാതി. എങ്ങനെ ഞാൻ എൻഒസി കൂടെ എടുക്കാതെ ബിൽഡിംഗ് പണിതത്. എൻഒസി കൊണ്ട് പട്ടയമുള്ള ഭൂമിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വന്നതുപോലെയാണ് പുള്ളി എന്നെ പുറത്ത് തള്ളുന്നത്. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ മക്കൾ 12ൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാം നടന്നുകൊണ്ടിരിക്കുക. പുറത്തുനിന്ന് 9ാം ക്ലാസ്. പ്രായമുള്ള അമ്മയും ഉണ്ട് വീട്ടില്. ഇവിടെ സ്ഥിരം നമ്മൾ ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്? എന്റെ തെറ്റാണ് ഞാൻ ചെയ്തവിടെ. ഞാൻ എൻഒസി പ്രോപ്പറായിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ക്വയർ ഫുട്ട് കൂടി എന്ന് പറഞ്ഞ് ഇനി ഇത്ര മനസ്സിൽ ഇങ്ങനെ ഇയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? அதே நேரம் கேரளத்தில் பினராயி விஜயன் முதலமைச்சராக இருந்த காலத்தில் இதுபோன்ற சம்பவம் நடப்பது தேர்தலில் பிரதிபலிக்கும் என்றும் சிபிஎம் சாந்தமாரி ஏரியா கமிட்டி உறுப்பினரும் உள்ளூர் தலைவருமான BX ആൽവിൻ தெரிவித்துள்ளார். ഞാൻ പാർട്ടി പ്രവർത്തനമൊക്കെയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, കർണാടക ഗവൺമെൻറ് അത് ചെറിയ ഏർപ്പാട് നടത്തിയപ്പോൾ ഫുൾ ഡ്രസ് രാജാണെന്നും ആ ഫുൾ ഡ്രസ് രാജിന് എതിരായിട്ട് ശബ്ദിച്ച ആളാണ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. കേട്ടോ, ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന പകരം ഈ കേരളത്തിലും പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഈ രീതിയിലുള്ള കർഷകനെയും കർഷക തൊഴിലാളി സാധാരണക്കാരെ കുടിയിറക്കുന്ന ഫുൾ ഡ്രസ് രാജാണ് നടക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. വരാൻ തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ. உயர்நீதிமன்ற உத்தரவுகள் கடுமையாக நடைமுறைப்படுத்தப்படும் என்றும் வருவாய்த்துறை தெரிவித்துள்ளது. கூடுதல் பரிசோதனைகளும் தொடர் நடவடிக்கைகளும் எடுக்கப்படும் என்றும் அதிகாரிகள் தெரிவித்தனர். நியூஸ் பியூரோ ராஜகுமாரி.